ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു കൊറിയൻ ഡ്രാമയാണ്. ഡ്രാമയുടെ പേര് വെൻ ഐ ഫ്ലൈ ടുവേഴ്സ് യു. കഥ തുടങ്ങുന്നത് ഒരു ബേക്കറി ഷോപ്പിൽ നിന്നാണ്. അവിടെ ഒരു പെൺകുട്ടി ആ ഷോപ്പിൽ നിന്ന് ഒരു ജ്യൂസ് വാങ്ങിയാണ്. നല്ല മഴയുള്ള ഒരു സമയം. ആ കടയുടെ അകത്തുള്ള റേഡിയോയിൽ നിന്ന് മഴയുടെ മുന്നറിയിപ്പ് കേൾക്കുന്നുണ്ട്. മഴയാണ്, എല്ലാവരും കുടയെടുക്കാൻ മറക്കരുത് എന്നായിരുന്നു ആ മുന്നറിയിപ്പ്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ കടയുടെ തൊട്ടുപുറത്ത് നിന്ന് ആ ജ്യൂസ് കുടിക്കുകയാണ്. അവളുടെ പേരാണ് സു സായി സായി. നമുക്കവളെ സു എന്ന് വിളിക്കാം. ഇവളിങ്ങനെ ജ്യൂസും കുടിച്ച് ദൂരേക്ക് നോക്കി നിൽക്കുന്ന സമയം ഒരു പയ്യൻ ആ പെരുമഴയത്ത് സ്ലോ മോഷനിൽ നടന്നു വരികയാണ്. മഴ വരുന്നു. ഇവനെന്താ നനഞ്ഞുകൊണ്ട് വരുന്നേ? ഇവന് വട്ടാണെന്ന് തോന്നുന്നു എന്ന് സു സ്വയം പെറുപെറുത്തു. ഇതേ സമയം ആ പയ്യൻ ആ ഷോപ്പിൽ കയറി കൂൾ ഡ്രിങ്ക്സ് വാങ്ങി പുറത്തേക്ക് വന്നു. ഇത് കണ്ട സു വളരെ അതിശയത്തോടെ ആ ചെക്കനെ നോക്കുന്നുണ്ട്. അങ്ങനെ ഇവള് നോക്കിക്കൊണ്ടിരിക്കുന്ന ടൈം ഇവൻ ഇവളെ തിരിച്ചു നോക്കി. ഇത് കണ്ട സു ഉടനെ തന്നെ ഒന്നും കാണാത്ത പോലെ മുഖം കുനിഞ്ഞു. എന്നിട്ട് സു ഊട്ടക്കണ്ണിട്ട് ആ പയ്യനെ നോക്കുന്നുണ്ട്. മഴ ഒന്ന് തോന്നു തുടങ്ങിയത് മനസ്സിലാക്കിയ ആ പയ്യൻ വേഗം തന്നെ പുറത്തേക്ക് നടന്നു നീങ്ങി. നമ്മുടെ സു ദൂരേക്ക് നടന്നു നീങ്ങുന്ന ആ പയ്യനെ തന്നെ നോക്കി അങ്ങനെ നിന്നു. അങ്ങനെ ആ മഴക്കാലം കഴിഞ്ഞു. ഇന്ന് സ്കൂൾ തുറക്കുന്ന ഫസ്റ്റ് ഡേ ആണ്. നമ്മുടെ സു യൂണിഫോമൊക്കെ ഇട്ട് കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് ഹെയർ പോണിറ്റെയിൽ കെട്ടി ബാഗൊക്കെ എടുത്ത് പുറത്തേക്ക് നടന്നു. ഇതേ സമയം നമ്മൾ നേരത്തെ കണ്ട ആ പയ്യനില്ലേ, അവൻ്റെ പേരാണ് സാങ്. ഇവൻ ഇതേപോലെ സ്കൂളിലേക്ക് പോകാനായി തയ്യാറെടുക്കുകയാണ്. അവൻ താമസിക്കുന്നത് അവൻ്റെ അങ്കിളിൻ്റെ കൂടെയാണ്. അവനൊരു നായ്ക്കുട്ടി കൂടെയുണ്ട്. അങ്ങനെ അവൻ്റെ അങ്കിളിൻ്റെ കൂടെ കുറച്ച് കുശലം പറഞ്ഞ് അവൻ സ്കൂളിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ നമ്മുടെ സു അവളുടെ ഫ്രണ്ടിനെയും കാത്ത് നിൽക്കുകയാണ്. അവളുടെ പേരാണ് ജിയ. ഇവർ രണ്ടുപേരും ഒരുമിച്ച് സ്കൂളിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ജിയ സുവിന് വേണ്ടി അവളുടെ അമ്മ ഉണ്ടാക്കിയ സ്നാക്സ് സുവിൻ്റെ കയ്യിൽ കൊടുത്തു. ഇതേ സമയം തന്നെ നമ്മുടെ സു ജിയോട് ചോദിക്കുന്നുണ്ട്, എന്താ കണ്ണിന് താഴെ ഇത്ര ഡാർക്കായിട്ടുള്ള സർക്കിൾസ് എന്ന്. അപ്പോൾ ജിയ പറയുന്നത് പുതിയ സ്കൂളിനെ കുറിച്ച് അറിയാൻ രാവിലെ വരെ ഉറക്കം വിളിച്ച് റിസർച്ച് ചെയ്തു എന്നാണ്. ഇത് കേട്ട നമ്മുടെ സു ആശ്ചര്യത്തോടെ ചോദിക്കുന്നുണ്ട്, എന്തിനാ ആവശ്യമില്ലാതെ ചെയ്യാൻ പോയതെന്ന്. അപ്പോൾ ജിയ പറയുന്നത് പുതിയ സ്കൂളല്ലേ, അപ്പോൾ സ്കൂളിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയണ്ടേന്നാണ്. അങ്ങനെ പറഞ്ഞു നിന്ന സമയം സ്കൂളിലേക്ക് പോകാൻ ലേറ്റായി എന്ന് പറഞ്ഞ് ജിയ സുവിനെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും സൈക്കിളും എടുത്ത് സ്പീഡിൽ പുറപ്പെട്ടു. ഇതേ സമയം നമ്മൾ നേരത്തെ പരിചയപ്പെട്ട പയ്യനുണ്ടല്ലോ, ആ മഴ നനഞ്ഞ് നടന്നു വന്ന പയ്യൻ സാങ്, ഇവൻ ഓടി ബസ് സ്റ്റോപ്പിലേക്ക് വന്നതും ബസ് പുറപ്പെട്ടതും ഒരുമിച്ചായിരുന്നു. അവനാ ബസ് മിസ്സായി. ഇതേ സമയം നമ്മുടെ സുവും ജിയയും കൂടി സൈക്കിളിൽ പോവുകയാണ്. ഇവർ രണ്ടുപേരും കൂടി പരസ്പരം സംസാരിക്കുന്നുണ്ട്. രണ്ട് ഫേമസ് ആയിട്ടുള്ള ബോയ്സിനെ കുറിച്ചാണ് ജിയ സുവിനോട് പറയുന്നത്. അപ്പോൾ സു ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് അവരിത്ര ഫേമസ് ആകാനുള്ള കാര്യം എന്നൊക്കെ. അപ്പോൾ ജിയ പറയുന്നത് അവരാണ് ആ സ്കൂളിലെ ടോപ്പേഴ്സ് എന്ന്. ഒരാളുടെ പേര് സാങ് എന്നും ഒരാളുടെ പേര് ഗൂറാൻ എന്നുമാണ്. അങ്ങനെ ഇവർ ഇതൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോയി. ഇങ്ങനെ സൈക്കിൾ ചവിട്ടി പോകുന്ന സമയം ഈ രണ്ട് പെൺകുട്ടികളിൽ ഒരാളുടെ പേഴ്സ് തറയിൽ വീഴുന്നു. ഇത് അവിടെ നിന്ന് സാങ് എടുക്കുകയാണ്. അവരുടെ യൂണിഫോം കണ്ടപ്പോൾ തന്നെ സാങ്ങിനൊരു കാര്യം പിടികിട്ടി. ഈ രണ്ട് പെൺകുട്ടികളും അവൻ്റെ സ്കൂളിൽ തന്നെ പഠിക്കുന്നവരാണെന്ന്. ഈ പേഴ്സ് മറ്റാരുടെയല്ല, നമ്മുടെ സുവിൻ്റെയാണ്. അങ്ങനെ നമ്മുടെ സുവും ജിയയും കൂടി സ്കൂളിലെത്തി. പക്ഷേ അവരെ കാത്ത് സ്കൂളിൽ രണ്ട് സീനിയേഴ്സ് പിള്ളേർ നിൽക്കുന്നുണ്ടായിരുന്നു. അതിലൊരാൾ ഒരു പെൺകുട്ടിയായിരുന്നു. ആ രണ്ടുപേരിൽ ഒരാളായ ആ പയ്യൻ സുവിനെ നോക്കിയിട്ട് വളരെ ദേഷ്യത്തോടെ നിന്റെ പേരെന്താണെന്ന് ചോദിക്കുകയാണ്. എന്നാൽ സു വളരെ ടെൻഷനിൽ മുഖത്ത് നോക്കാതെ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു, സു സായ് സായ് ഫ്രം ക്ലാസ് 9 ഗ്രേഡ് 10. ഇത് പറഞ്ഞു കഴിഞ്ഞതും അവളുടെ ഫ്രണ്ടും പറഞ്ഞു, ഞാൻ ജാങ് ജിയ, ഞാനും അതേ ക്ലാസ്സാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും പറഞ്ഞു നിന്ന സമയം നമ്മുടെ ഗുറാൻ സ്കൂളിലേക്ക് പതിയെ പമ്മി നടന്നു വരുന്നു. ഇവർ നേരത്തെ ഡിസ്കസ് ചെയ്ത ആ ഫേമസ് ആയിട്ടുള്ള പയ്യനിൽ ഒരാളാണ് ഈ ഗുറാൻ. ഗുറാൻ സാങ്ങിൻ്റെ ഫ്രണ്ടാണ്.
ഇത് കണ്ട് സീനിയേഴ്സ് ഖുറാനെ വിളിക്കുകയാണ്. അങ്ങനെ ഇവനാണെങ്കിൽ ആ വിളിക്കുന്നത് കേട്ട ഭാവം കാണിക്കാതെ പമ്മി നടന്നു. ഇത് കണ്ട ആ സീനിയർ പെണ്ണ് ഇവനെ ദേഷ്യത്തിൽ വിളിക്കുകയാണ്. ഇവൻ സീനിയറിൻ്റെ അടുത്തേക്ക് വളരെ ടെൻഷൻ അടിച്ച് ചിരിയോടെ വന്നു. ഗുഡ് മോർണിംഗ് സീനിയേഴ്സ് എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് നടന്നു. അതിൽ ആ സീനിയർ ഗേൾ എന്താ ലേറ്റായി, നിന്റെ പേര് എന്താണെന്നൊക്കെ ചോദിച്ചു. ഇവനാണെങ്കിൽ അവൻ്റെ പേര് പറയാതെ സീനിയർ സിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ടു. ഈ സീനിയർ ഗേൾ അവൻ്റെ കയ്യിലിരുന്ന ബുക്ക് പിടിച്ചു വാങ്ങി. എന്നിട്ട് പേര് വായിച്ചു, സാങ് ലുറാങ്. അങ്ങനെ പറഞ്ഞതും അവൻ പറഞ്ഞു, എൻ്റെ പേര് സാങ് ലുറാങ് എന്നല്ല. പക്ഷേ ഇവർ ആ പേപ്പറിൽ ലേറ്റായി വന്ന ലിസ്റ്റിൽ ഈ പേര് എഴുതി വെച്ചു. സത്യത്തിൽ ഇവൻ്റെ പേര് ഖുറാൻ എന്നാണ്. ഇവൻ്റെ ഫ്രണ്ടിൻ്റെ പേരാണ് സാങ്. ആ സീനിയേഴ്സ് ഇവൻ ക്ലാസ് 9 ആണെന്നും എഴുതി വെച്ചു. ഇത് കേട്ട് നമ്മുടെ ജിയ സൂവിനോട് പറയാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫേമസ് ആയിട്ടുള്ള 2 പയ്യന്മാരുടെ പേര്, അതിലൊരാൾ ഇവനാണ്, സാങ് ലുറാങ്. ഇത് കേട്ട സു കണ്ണും തള്ളി ഇവനെ തന്നെ നോക്കിയിട്ട് ഉടനെ തന്നെ തിരിഞ്ഞു. അങ്ങനെ ഈ സീനിയേഴ്സ് ഇവരെ 3 പേരോടും ക്ലാസ്സിലേക്ക് പോകാൻ ആവശ്യപ്പെടുന്നു. ഇത് കേട്ടപാടെ നമ്മുടെ സൂവും ജിയയും കൂടി അവിടുന്ന് വേഗം പുറപ്പെട്ടു. നമ്മുടെ സാങ് ആണെങ്കിൽ കിളി പറന്ന പോലെ പതുക്കെ നിന്നു. അങ്ങനെ ഇവർ ക്ലാസ്സിൽ കയറുമ്പോൾ ഓൾറെഡി അവിടെ സാറൊക്കെ കയറിയിട്ടുണ്ട്, ക്ലാസ്സും സ്റ്റാർട്ടായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സൂവും ജിയയും കൂടി സാറ് കാണാതെ പമ്മി നടന്ന് ബെഞ്ചിലിരിക്കുകയാണ്. പക്ഷേ ഇത് സാറ് ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ലേറ്റായിട്ട് വന്ന ഈ 2 ഗേൾസും അവരെ ക്ലാസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാർ ആവശ്യപ്പെടുന്നു. ഇത് കേട്ട സൂവും ജിയയും കുറച്ച് ചമ്മിപ്പോയി. ഒരു ചമ്മിയ ചിരിയോടെ ജിയ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് ചുറ്റിന് നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ പേര് ജിയാങ് ജിയ. എന്നിട്ട് അവൾ ആ ചെയറിലിരുന്നു. നെക്സ്റ്റ് നമ്മുടെ സൂവിനോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു. അവൾ എഴുന്നേറ്റ് എൻ്റെ പേര് സു സായ് സായ് എന്ന് പറഞ്ഞു. ഇത് കേട്ടപാടെ സാറ് ചോദിച്ചു, എൻട്രൻസ് എക്സാം ഇംഗ്ലീഷ് ടെസ്റ്റിന് ഫുൾ മാർക്ക് വാങ്ങിയ സു സായ് സായ് ആണോ എന്ന്. അപ്പോൾ അവൾ യെസ് എന്ന് പറഞ്ഞു. ഇത് കേട്ട ക്ലാസ്സിലെ കുട്ടികളെല്ലാം തന്നെ വളരെ അതിശയത്തോടെ സുവിനെ നോക്കി. പക്ഷേ സു ആകട്ടെ വളരെ ചമ്മലോടെ അവളുടെ ചെയറിലിരുന്നു. അടുത്തിരുന്ന ഓരോ കുട്ടികൾ സുവിനോട് കൂട്ടുകൂടാൻ തുടങ്ങുന്നു. അതിൽ ഒരു പെൺകുട്ടി തനിക്ക് ഇംഗ്ലീഷ് വളരെ പാടുള്ള സബ്ജക്റ്റാണെന്നും അവളെ പഠിപ്പിക്കാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവൾ അതിന് വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ചെയ്യാമെന്ന് പറയുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സാങ് ലുറാങ്ങിനെ കാണാത്ത കാരണം നമ്മുടെ ജിയ സാറിനോട് പറഞ്ഞു, സാർ, സാങ് ലുറാങ് ഇതുവരെ ക്ലാസ്സിലേക്ക് വന്നിട്ടില്ല എന്ന്. ഇത് കേട്ട സാർ പറഞ്ഞു, അവൻ വേറെ ഡിവിഷനിലല്ലേ, പിന്നെന്തിനാ ഇവിടെ വരുന്നതെന്ന്. ഇത് കേട്ട നമ്മുടെ ജിയയും സുവും അതിശയിക്കുന്നു. കാരണം ഇവർ 2 പേരും കരുതിയിരുന്നത് സാങ് ഇവരുടെ ക്ലാസ്സിലാണെന്നാണ്. ഇവർ നേരത്തെ പരിചയപ്പെട്ട ആ പയ്യൻ്റെ ശരിക്കുള്ള പേര് സാങ് ലുറാങ് എന്നല്ല, അവൻ്റെ പേര് ഖുറാൻ എന്നാണ്. അവൻ്റെ ഫ്രണ്ടിൻ്റെ പേരാണ് സാങ്. അവൻ ക്ലാസ് 1ലാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് വേറൊരു ക്ലാസ്സിൽ അറ്റൻഡൻസ് വിളിക്കുകയാണ്. അപ്പോഴായിരുന്നു സാങ്ങിൻ്റെ വരവ്. അങ്ങനെ ഇവൻ അറ്റൻഡൻസ് മാർക്ക് ചെയ്ത് അവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ചെന്നിരുന്നു. അവൻ്റെ ഫ്രണ്ടിൻ്റെ പേരാണ് ഖുറാൻ. അങ്ങനെ ഇവർ 2 പേരും കൂടി ഒരുപാട് കുശലങ്ങളൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ്. അങ്ങനെ സാങ് പതുക്കെ ചെയറിൽ നിന്ന് എണീറ്റു. എന്നിട്ട് ബ്രോഡ്കാസ്റ്റ് സ്റ്റുഡിയോയിലേക്ക് പോയി. ഇതേ സമയം നമ്മുടെ സൂവും ജിയയും കൂടി സാങ്ങിനെ കുറിച്ച് സംസാരിക്കുകയാണ്. എന്തിനായിരിക്കും അവൻ നമ്മുടെ ക്ലാസ്സിലാണെന്ന് ആ സീനിയറിൻ്റെ അടുത്ത് കള്ളം പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് അവർ 2 പേരും കൂടി പിറുപിറുക്കുന്നുണ്ട്. ഇവനിനി അവൻ്റെ ക്ലാസ് മറന്നു കാണുമോ എന്നൊക്കെ സു ജിയോട് പറയുന്നുണ്ട്. അപ്പോൾ സ്കൂളിനെ പറ്റി റിസർച്ച് നടത്തിയ പശ്ചാത്തലത്തിൽ ജിയ പറയുന്നുണ്ട്, ലേറ്റായിട്ട് വരുന്നവർക്ക് പോയിന്റ് കുറയുമെന്ന്. അതുകൊണ്ട് മനഃപൂർവ്വം നമ്മളോട് കള്ളം പറഞ്ഞതാണെന്നും ജിയ പറഞ്ഞു. ഇതേ സമയം ഒരു പയ്യൻ ക്ലാസ്സിലേക്ക് വന്നു. യൂണിഫോമിന് പൈസ അടയ്ക്കാൻ സു മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. അത് കേട്ടപാടെ വെപ്രാളത്തോടെ സു തൻ്റെ ബാഗിലുള്ള പേഴ്സ് എടുക്കാൻ നോക്കിയതും സു ടെൻഷൻ അടിക്കുന്നു. കാരണം അവളുടെ പേഴ്സ് കളഞ്ഞു പോയല്ലോ. ഇപ്പോൾ ആ പേഴ്സ് സാങ്ങിൻ്റെ അടുത്താണ്. ഇതേ സമയം തന്നെ നമ്മുടെ സാങ് സ്കൂളിലെ ഒരു സീനിയറിൻ്റെ കയ്യിൽ പേഴ്സ് ഏൽപ്പിക്കാൻ അവൻ്റെ ഫ്രണ്ടിനോടൊപ്പം ബ്രോഡ്കാസ്റ്റ് സ്റ്റുഡിയോയിലേക്ക് പോയി. ഓപ്പൺ ചെയ്ത് ID കാർഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ആ സീനിയർ നമ്മുടെ സാങ്ങിനോട് പറഞ്ഞു.
അതുകൊണ്ട് തന്നെ അവൻ ആ പേഴ്സ് തുറന്നു നോക്കി. ഇവർ 3 പേരും കൂടി ആശ്ചര്യത്തോടെ ആ പേഴ്സ് തന്നെ നോക്കുന്നു. ഇതേ സമയം നമ്മുടെ സൂവും കൂട്ടരും കൂടി പേഴ്സ് കാണാതായതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഞാൻ പേ ചെയ്യാമെന്ന് ജിയ സൂവിനോട് പറയുന്നുമുണ്ട്. പക്ഷേ സൂവിൻ്റെ ടെൻഷൻ കണ്ട ആ ക്ലാസ്സിലെ ഒരു പയ്യൻ പറഞ്ഞു, ID കാർഡ് ഉണ്ടെങ്കിൽ ആരുടെ കയ്യിൽ കിട്ടിയാലും ബ്രോഡ്കാസ്റ്റ് സ്റ്റുഡിയോയിൽ കൊണ്ട് കൊടുത്തു കാണുമെന്ന്. ഇത് കേട്ട ആ ക്ലാസ്സിലെ ഒരു പെൺകുട്ടി പറഞ്ഞു, സ്റ്റുഡൻ്റ് ID ഉണ്ടെങ്കിൽ പേടിക്കാനില്ലല്ലോ എന്ന്. എന്നാൽ ഇത് കേട്ട സൂ കിളി പറഞ്ഞ പോലെ ചിരിച്ചിട്ട് യെസ് ID കാർഡ് ഉണ്ടെന്നും പറഞ്ഞു. അപ്പോൾ പിന്നെ പേടിക്കാനില്ലല്ലോ എന്ന് ജിയെ പറഞ്ഞു. അപ്പോഴാണ് ആ സത്യം പുറത്തു വന്നത്. അതിൽ എൻ്റെ പേരില്ല. അത് കേട്ടവർ എല്ലാവരും ആശ്ചര്യത്തോടെ സൂവിനെ നോക്കി. പിന്നെ ആരുടെ പേരാണ് എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. ഇതിന് ഉത്തരം മുട്ടി കിളി പറന്നു നിന്ന് സൂ തലകുനിച്ചു. ഇതേ സമയം ആ ക്ലാസ്സിൽ ഒരു അനൗൺസ്മെൻറ്റ് കേട്ടു. പേഴ്സ് ആരുടേതാണെന്ന് ആ അനൗൺസ്മെൻറ്റിൽ പറയുന്നുണ്ട്. ഇത് കേട്ട കുട്ടികളെല്ലാവരും അമ്പരക്കുന്നു. കാരണം അതൊരു സെലിബ്രിറ്റിയുടെ പേരായിരുന്നു. ഇത് കേട്ട എല്ലാവരും പറയുന്നുണ്ട്, അങ്ങനെ ഒരാൾ ഇവിടെ പഠിക്കുന്നില്ലല്ലോ, അതൊരു സെലിബ്രിറ്റിയുടെ പേരല്ലേ എന്നൊക്കെ. ഇത് കേട്ട സൂവിന് ഒരു കാര്യം പിടികിട്ടി, അത് തൻ്റെ പേഴ്സ് തന്നെയാണെന്ന്. എന്നാൽ ഇവരുടെ കളിയാക്കലുകൾ കേൾക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ സൂ പതുക്കെ അവിടെ നിന്നും എസ്കേപ്പായി. എന്നാൽ ജിയയ്ക്ക് അത് അവളുടെ പേഴ്സ് തന്നെയാണെന്ന് മനസ്സിലായി. ഇവൾ വേഗം തന്നെ സൂവിൻ്റെ പിന്നാലെ ഓടി. നമ്മുടെ സൂവും ജിയയും കൂടി ആ പേഴ്സ് വാങ്ങാനായി വേഗം തന്നെ അവിടേക്ക് ഓടി. എന്നാൽ അവരെത്തുന്നതിന് മുന്നേ തന്നെ സാങ്ങും ഗുറാനും അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ഇതാരാ കൊണ്ട് ഏൽപ്പിച്ചതെന്ന് മനസ്സിലാക്കാൻ അവിടെയുള്ള ആ ബുക്കെടുത്ത് പേര് വായിച്ചു. സാങ് ലുറാങ് ഗുറാൻ. ഇത് മനസ്സിലാക്കിയ സൂവും ജിയയും സന്തോഷത്തോടെ പുറത്തേക്കോടി. എന്നിട്ട് സ്കൂളിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്നും താഴേക്ക് നോക്കി. അപ്പോഴാണ് സാങ്ങും ഗുറാനും ഒരുമിച്ച് നടന്നു പോകുന്നത് അവർ കണ്ടത്. അങ്ങനെ നമ്മുടെ ജിയ ഉറക്കെ അവരുടെ പേര് വിളിച്ചു. സാങ്ങും ഗുറാനും ഇത് കേട്ട് തിരിഞ്ഞു നോക്കിയതും നമ്മുടെ സൂ ഇവളെ പിടിച്ച് വലിച്ച് താഴേക്കിരുത്തി. എന്നിട്ട് പറഞ്ഞു, ഗുറാൻ. സത്യത്തിൽ ഇവൾ ആ മഴയത്ത് കണ്ട ആ പയ്യൻ്റെ പേര് ശരിക്കും സാങ് എന്നാണ്. ഈ സാങ് എന്ന് പറയുന്ന പയ്യനെ ഇവർ 2 പേരും ഗുറാൻ എന്ന് തെറ്റിദ്ധരിക്കുകയാണ്. അങ്ങനെ സ്കൂളിൽ മിലിറ്ററി ടെസ്റ്റ് സംഘടിപ്പിക്കുകയാണ്. നമ്മുടെ ഗുറാൻ്റെയും സാങ്ങിൻ്റെയും ക്ലാസ്സിൽ ഒരു അധ്യാപിക മിലിറ്ററി ടെസ്റ്റിനെ കുറിച്ച് പറയുകയാണ്. ലേറ്റായിട്ട് വന്നവരെ ഗാർഡായിട്ട് നിർത്തുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഗുറാൻ ക്ലാസ് മാറ്റി പറഞ്ഞതിനെക്കുറിച്ചും ആ അധ്യാപിക ദേഷ്യത്തോടെ പറയുന്നുണ്ട്. എന്നിട്ട് ഗുറാനെ നോക്കിയിട്ട് പറഞ്ഞു, എന്താ നിനക്ക് 9 ക്ലാസ്സിൽ പഠിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന്. അപ്പോഴും സാങ്ങിന് എന്താ ഉണ്ടായെന്നൊന്നും പിടികിട്ടിയില്ല. എന്നാൽ നമ്മുടെ ഗുറാൻ കള്ളലക്ഷണത്തോടെ ഇരുന്നു. അധ്യാപിക ലേറ്റായിട്ട് വന്ന ആൾക്കാരുടെ പേര് വായിച്ചു. സാങ് ലുറാങ് എന്ന് പറഞ്ഞതും ഗുറാൻ ചെറിയ ചിരി ചിരിച്ചു. കാരണം ആ സീനിയേഴ്സ് പിള്ളേര് അവൻ ലേറ്റായിട്ട് വന്നപ്പോൾ അവൻ്റെ പേരെഴുതിയത് സാങ് ലുറാങ് എന്നാണല്ലോ. എന്നാൽ ആ സന്തോഷം അധിക സമയം നിലനിന്നില്ല. അടുത്ത പേര് അവൻ്റെ ആയിരുന്നു, ഗുറാൻ. അവൻ ചമ്മിപ്പോയി. അതേസമയം ഗുറാൻ നമ്മുടെ സാങ്ങിനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ പേരെപ്പോഴാ ഗുറാനായെന്ന്. അതിന് സാങ് മറുപടി നൽകിയത് എന്തെന്നാൽ, നീ എപ്പോഴാണോ സാങ് ആയത് അപ്പോഴാണ് ഞാൻ ഗുറാനായത് എന്നാണ്. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. സൂ അവളുടെ വീട്ടിൽ വളരെ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, മിലിറ്ററി ട്രെയിനിങ്ങിന് ഗുറാനെ കാണാമെന്നുള്ള ആകാംക്ഷയിലാണവൾ. അങ്ങനെ അടുത്ത ദിവസം എല്ലാവരും സ്കൂളിൽ നിന്ന് മിലിറ്ററി ട്രെയിനിങ്ങിന് പുറപ്പെടാൻ ഒരുങ്ങി. അപ്പോഴാണ് അവിടെയുള്ള സാർ പറയുന്നത്, മിലിറ്ററി ട്രെയിനിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് കുട്ടികൾ ഉള്ളത് കൊണ്ട് ഒരു ബസ് തികയില്ല. കുറച്ച് പേര് ക്ലാസ് 1 ബസ്സിൽ കയറണമെന്ന്. അത് കേട്ടപാടെ നമ്മുടെ സൂവിന് ഒരു ഐഡിയ കിട്ടി. ഒരിക്കൽ കൂടി നമ്മുടെ ഗുറാനെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുമല്ലോ എന്ന്. സത്യത്തിൽ ഇവൾ കാണാൻ ആഗ്രഹിക്കുന്ന ആള് ശരിക്കും സാങ് ആണ്. ഇവൾ ആ ബസ്സിൽ കയറുന്നതും ഗുറാൻ തന്നെ അടുത്തിരിക്കാൻ ക്ഷണിക്കുന്നതുമെല്ലാം ഒരു സ്വപ്നം എന്ന പോലെ ഇവൾ കാണുന്നു. എന്നിട്ട് അവൾ ഒറ്റയ്ക്ക് ചിരിക്കാൻ തുടങ്ങി. സാർ, ഞാൻ ക്ലാസ് 1 ബസ്സിൽ പോകാമെന്ന് അവൾ പറയുന്നു. ഇത് കേട്ട ജിയ കിളി പറഞ്ഞ പോലെ അവളെ നോക്കി. സാർ ഇവളെ പ്രോത്സാഹിപ്പിച്ചു. ഇനി ആരാ ഉള്ളേ എന്ന് സാർ ചോദിച്ചു.
സു പെട്ടെന്ന് തന്നെ ജിയയുടെ കൈയെ തട്ടി എന്നിട്ട് കൈ പൊക്കാൻ പറഞ്ഞു. അവളും മനസ്സില്ലാ മനസ്സോടെ കൈ പൊക്കി. ബസ്സിൻ്റെ അരികിലേക്ക് പോകുന്ന വഴിക്ക് ജിയ ചോദിക്കുന്നുണ്ട്, നിനക്ക് വട്ടാണോ എന്നൊക്കെ. എന്നാൽ സു പറയുന്നത് പേഴ്സ് കണ്ടുപിടിച്ചതിന് ഒരു താങ്ക്സ് എങ്കിലും പറയണ്ടേ എന്നാണ്. ഇത് കേട്ട ജിയ എല്ലാം മനസ്സിലാക്കിയ മട്ടിൽ സുവിനെ കളിയാക്കുന്നു. ക്ലാസ് 1 ബസ്സിലേക്ക് കയറി വരുന്ന നമ്മുടെ സുവിനെയും ജിയയും കണ്ട് സാങ്ങിൻ്റെ ഫ്രണ്ട് ഖുറാൻ ബുക്ക് വെച്ച് മുഖം മറയ്ക്കുന്നുണ്ട്. ജിയ ബാഗ് മുകളിൽ വെക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ക്ലാസ്സിലെ ഫാങ് എന്ന് പറയുന്ന പയ്യൻ അവളെ സഹായിക്കുന്നു. ഇതേ സമയം സുവിനെ ബാഗ് വെക്കാൻ സഹായിച്ചത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോ സാങ് ആയിരുന്നു. അവൾ ഭയങ്കര ഹാപ്പിയായി. എന്നിട്ട് ജിയയുടെ അടുത്ത് പോയിരുന്നു. ഇവൾ ചെന്ന് ഇരുന്ന പാടെ ജിയ ചോദിക്കുന്നുണ്ട്, ഇതുവരെ സാങ്ങിനെയും ഖുറാനെയും കണ്ടില്ലല്ലോ എന്ന്. അപ്പോഴാണ് തന്നെ ബാഗ് വെക്കാൻ സഹായിച്ചത് ഖുറാനാണെന്ന് സു ജിയയോട് പറയുന്നത്. ഇത് കേട്ടപാടെ ജിയ അതിശയത്തോട് ചോദിച്ചു, അവൻ ഹെൽപ്പ് ചെയ്തോ? എന്നിട്ട് അവൾ മുന്നോട്ടുള്ള സീറ്റിൽ എത്തി നോക്കി. എന്നാൽ അവനെ കാണാനില്ലായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ബസ് പുറപ്പെട്ടു. ഇതേ സമയം ഖുറാൻ സീറ്റിൽ ഉറക്കം തൂങ്ങിയിരിക്കുകയാണ്. എന്നാൽ സാങ് ആകട്ടെ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തിരിക്കുന്നു. ഇത് കണ്ട നമ്മുടെ സു അവൻ ഒരു സൈഡിൽ തിരിഞ്ഞതും അവനെ മൊബൈൽ ക്യാമറയിൽ ഫോട്ടോ എടുക്കാൻ നോക്കി. എന്നാൽ സാങ് പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കിയ കാരണം അവളുടെ പ്ലാൻ ആകെ പൊട്ടിപ്പോയി. എന്നാലും അവൾ തനിയെ ചിരിച്ചു. അങ്ങനെ കുറേ കഴിഞ്ഞ് മിലിറ്ററി ട്രെയിനിങ് സെക്ഷനിലെത്തി. അവിടുത്തെ ഇൻസ്പെക്ടർ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. കുട്ടികളെയെല്ലാം അതത് പൊസിഷനിൽ ലൈനായിട്ട് നിർത്തി. എന്നിട്ട് കുട്ടികൾ ആവശ്യമില്ലാതെ കൊണ്ടുവന്ന സ്നാക്സിനെ കുറിച്ചൊക്കെ ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞു. ഇത്രയും വലിയ കുട്ടികൾ ഒരു ബോധവുമില്ലാതെ ഒരു മിലിറ്ററി ട്രെയിനിങ്ങിനെ കൊണ്ടുവന്ന ആവശ്യമില്ലാത്ത സാധനങ്ങളെക്കുറിച്ച് ഇൻസ്പെക്ടർ പറയുന്നു. എന്നിട്ട് ആ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കളയാനും പറയുന്നുണ്ട്. ഈ ഇൻസ്പെക്ടറാണ് ഈ സ്റ്റുഡൻസിനെ നിയന്ത്രിക്കുന്നത്. അയാളുടെ പേരാണ് ഫാങ്. അങ്ങനെ ഈ ഇൻസ്പെക്ടർ ഫാങ് കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് നിന്ന നമ്മുടെ ജിയ ഒന്ന് അനങ്ങിയതിന് ഫാങ്ങിൻ്റെ കയ്യിൽ നിന്ന് നല്ല വഴക്കം കിട്ടി. ഇതേ സമയം നമ്മുടെ സു നമ്മുടെ സാങ് നിൽക്കുന്ന വരിയിലേക്ക് നോക്കിയിട്ട് ജിയയോട് പറയുന്നുണ്ട്, സാങ്ങും ഖുറാനും അവിടെ നിൽക്കുന്നുണ്ടെന്ന്. അവർ രണ്ടുപേരും കൂടി അവരെ നോക്കുന്നത് നമ്മുടെ ഖുറാൻ കണ്ടു. അവൻ സാങ്ങിനോട് പറയുന്നുണ്ട്, ഇവർ നമ്മളെ നോക്കുന്നുണ്ടെന്ന്. പക്ഷെ ഇവൻ ഇത് പറയുന്നത് കേട്ട ഇൻസ്പെക്ടർ ആരാ സംസാരിക്കുന്നതെന്ന് ദേഷ്യത്തിൽ ചോദിച്ചു. അപ്പോൾ അവൻ ഒന്നും അറിയാത്ത പോലെ സൈലൻ്റായി നിന്നു. ഇത് കേട്ട സു താനൊന്നും അറിഞ്ഞിട്ടില്ലെന്ന ഭാവത്തിൽ പുഞ്ചിരിച്ചു. അങ്ങനെ ആ ഇൻസ്പെക്ടർ ഫാങ് കുറേ ഇൻസ്ട്രക്ഷൻസൊക്കെ കൊടുത്തിട്ട് റിലാക്സ് ആകാൻ പറഞ്ഞു. പിന്നെ സ്റ്റുഡൻസ് കൊണ്ടുവന്ന ഇലക്ട്രോണിക്സ് സ്നാക്സ് എല്ലാം അവരുടെ കൈവശം കൊടുക്കാനും പറഞ്ഞു. അവിടെ അലൗഡ് അല്ലാത്ത ഈ സാധനങ്ങൾ ആ ഗ്രൗണ്ടിൽ വെച്ചിട്ടുള്ള ബാസ്ക്കറ്റിൽ നിക്ഷേപിക്കാൻ അയാൾ ഓർഡർ ഇട്ടു. എല്ലാവരും ആ സാധനങ്ങളെല്ലാം ആ ബാസ്ക്കറ്റിലേക്ക് ഇടുന്ന സമയം നമ്മുടെ സൂവും ജിയയും കൂടി കുറച്ച് സ്നാക്സൊക്കെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ ഒളിപ്പിച്ചു വെച്ചു. ഇതുപോലെ നമ്മുടെ ഖുറാനും ഗെയിം കളിക്കുന്ന ഡിവൈസും സ്നാക്സും ഒക്കെ ഇതുപോലെ ഒളിപ്പിച്ചു വെച്ചു. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ വേണ്ടാത്ത കാര്യമല്ലേ എന്ന മട്ടിൽ നമ്മുടെ സാങ് ഖുറാനെ നോക്കുന്നുണ്ട്. അവനൊന്നും ഒളിപ്പിച്ചു വെക്കാതെ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള പയ്യനായിട്ട് ആ വരിയിൽ തന്നെ നിന്നു. ഇതേ സമയം നമ്മുടെ സു ബിസ്ക്കറ്റും വേറെ പല വിധത്തിലുള്ള സ്നാക്സും എങ്ങനെയൊക്കെ ഒളിപ്പിച്ചു വെക്കാമെന്നതിലുള്ള തത്രപ്പാടില്ലായിരുന്നു. ഇവൾ തിരിഞ്ഞു നോക്കിയതും നമ്മുടെ സാങ് ഇവളെ നോക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവളാണെങ്കിൽ അവൻ്റെ മുന്നിൽ വല്ലാണ്ടങ്ങ് നാണം കെട്ടുപോയി. ഒന്നും അറിയാത്ത പോലെ അവളുടെ ബിസ്ക്കറ്റ് താഴെ വെച്ചിട്ട് ജിയോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ ചെയ്യാമോ? നമ്മുടെ ഇൻസ്പെക്ടർ ഫാങ് പറഞ്ഞതല്ലേ ഡിസിപ്ലിൻ വേണമെന്നൊക്കെ. ഇത് കേട്ട് ധൃതി പിടിച്ച് സ്നാക്സ് ഒളിപ്പിച്ചു വയ്ക്കുന്ന ജിയ ഒന്നും മനസ്സിലാവാതെ അവളെ നോക്കി. പക്ഷേ ഇതൊന്നും വകവയ്ക്കാതെ നമ്മുടെ ജിയ ടീഷർട്ടിലും പാൻറ്റിൻ്റെ പോക്കറ്റിലുമൊക്കെ പറ്റുന്നത്ര സ്നാക്സ് ഒളിപ്പിച്ചു വെച്ചു. പക്ഷേ ഇത് നമ്മുടെ ഇൻസ്പെക്ടർ ഫാങ് കണ്ടു. എന്താ മറച്ചു വയ്ക്കുന്നതെന്ന് ഫാങ് ജിയോട് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന മട്ടിൽ അവൾ നിന്നു. അവളുടെ ടീഷർട്ട് അവൾ മുറുകെ പിടിച്ചു നിന്നു. ഫാങ് കൈയെടുക്കാൻ അവളോട് ആവശ്യപ്പെട്ടു. എന്തായാലും ഇൻസ്പെക്ടർ ഫാങ് അവളുടെ കള്ളത്തരം പൊക്കിയല്ലോ. ഇനി കൂടുതൽ റിസ്ക് എടുക്കാൻ തയ്യാറാകാത്ത ജിയ
ഓരോന്നായി എടുത്ത് തറയിലിട്ടു. എന്നിട്ട് അവൾ ഇനി ഒന്നുമില്ല എന്ന് പറഞ്ഞു. എന്നാൽ അവളുടെ ടീഷർട്ട് പൊന്തി നിൽക്കുന്ന കണ്ട ഫാങ് എന്താ ടീഷർട്ടിലുള്ളതെന്ന് ചോദിച്ചു. അത് കുടവയറാണെന്ന് അവൾ പറഞ്ഞു. ഇതൊന്നും വിശ്വസിക്കാത്ത നമ്മുടെ ഇൻസ്പെക്ടർ ഫാങ് ഇവളോട് കൈ രണ്ട് പൊക്കിയിട്ട് ജമ്പ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഇവള് ജമ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവളുടെ ടീഷർട്ടിൽ നിന്ന് ഓരോ സ്നാക്സും താഴേക്ക് വീണു. ഇത് കണ്ട നമ്മുടെ ഖുറാൻ ദൂരെ നിന്നും കളിയാക്കി ചിരിക്കുന്നുണ്ട്. സ്റ്റുഡൻസ് എല്ലാവരും അവളെ തന്നെ നോക്കി. ജിയോയുടെ കള്ളത്തരം മനസ്സിലാക്കിയ ഇൻസ്പെക്ടർ ഫാങ് 50 പ്രാവശ്യം തവള പോലെ ചാടാൻ ജിയോട് പറഞ്ഞു. ഈ പണിഷ്മെന്റ് ഒട്ടും ചെയ്യാൻ ഇഷ്ടമില്ലാത്ത അവള് വിഷമിച്ചു നിന്നു. ഫാങ് വീണ്ടും സ്ട്രിക്റ്റ് ആയിട്ട് അവളോട് പറഞ്ഞു. ഇതൊക്കെ കണ്ട് നമ്മുടെ ഖുറാൻ ലഗേജിൽ കൈ രണ്ടും വെച്ചിട്ട് ഇവൾക്കിത് തന്നെ വേണമെന്ന മട്ടിൽ പറഞ്ഞ് കളിയാക്കി ചിരിച്ചു. ഇത് നമ്മുടെ ഇൻസ്പെക്ടർ ഫാങ് കണ്ടു. എന്താ ചിരിക്കുന്നതെന്ന് അവനോട് ചോദിച്ചു. ഒന്നുമില്ല എന്ന മട്ടിൽ പറഞ്ഞ് അവൻ മിണ്ടാതെ നിന്നു. ഇവൻ്റെ ബോഡി ലാംഗ്വേജിൽ ദേഷ്യം വന്ന ഫാങ് അവനോടും 50 പ്രാവശ്യം ഫ്രോഗ് ജമ്പ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. അതായത് തവളച്ചാട്ടം ചെയ്യാൻ. അതും ഒറ്റയ്ക്കല്ല, നമ്മുടെ ജിയോടൊപ്പം. ഇത് കേട്ട ഖുറാൻ സമ്മതിച്ചില്ല. അപ്പോൾ ഇൻസ്പെക്ടർ പറഞ്ഞു, എതിർത്ത് പറഞ്ഞാൽ ഒരു 20 പ്രാവശ്യം കൂടി പണിഷ്മെൻ്റ് കിട്ടുമെന്ന്. പിന്നെ അവൻ്റെ വായ മൂടി. എന്നിട്ട് ഖുറാനും ജിയയും കൂടി ഫ്രോഗ് ജമ്പ് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ജിയ ഖുറാനോടൊപ്പം ജമ്പ് ചെയ്യുമ്പോൾ ക്ലാസ് മാറ്റി പറഞ്ഞതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും കൂടി അതിനെ ചൊല്ലി വഴക്കും കൂടുന്നുണ്ട്. പതുക്കെ ജമ്പ് ചെയ്യാൻ ജിയോട് ഖുറാൻ ആവശ്യപ്പെടുന്നു. രണ്ടുപേരും ഒരുപോലെ ജമ്പ് ചെയ്താലേ ഇവരെ വേഗം പറ്റിക്കാൻ പറ്റുമെന്നും അവൻ പറഞ്ഞു. ഇടിവെട്ടിയ പോലെ ഒരു കാര്യം കൂടി ഇൻസ്പെക്ടർ ഫാങ് പറഞ്ഞു. ആരാണോ ലാസ്റ്റ് വരുന്നത് ആ ആള് നാളെ പ്ലേ ഗ്രൗണ്ട് ക്ലീൻ ചെയ്യണമെന്ന്. ഇത് തിരിഞ്ഞു നോക്കി കേട്ടുനിന്ന ജിയ മുൻപോട്ട് നോക്കിയതും നമ്മുടെ ഖുറാനെ കാണാനില്ല. അവൻ വളരെ വേഗത്തിൽ ജമ്പ് ചെയ്ത് മുൻപോട്ട് പോയി കഴിഞ്ഞു. അതും 1 കിലോമീറ്റർ അകലെ. ഇത് കണ്ടിട്ട് ദേഷ്യം വന്ന ജിയ പറഞ്ഞു, ഇനി ഒരു കാലത്തും ഇവനെ വിശ്വസിക്കില്ല എന്ന്. ഇവൻ്റെ ഈ ഫ്രോഗ് ജമ്പ് കണ്ടിട്ട് സാങ് മമ്പരുന്നു. കാരണം അത്രയും സ്പീഡായിരുന്നു. അങ്ങനെ ചാട്ടമൊക്കെ കഴിഞ്ഞ് അന്നത്തെ ദിവസത്തെ ട്രെയിനിങ്ങിന് വേണ്ടി ഇവർ ക്യൂവിൽ നിൽക്കുകയാണ്. ട്രെയിനിങ്ങിന് വേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ അവിടെ നിന്നാണ് കിട്ടുക. ഈ ക്യൂവിൽ നിൽക്കുമ്പോൾ നമ്മുടെ ജിയ പറയുന്നത് സാങ് വളരെ മോശം ക്യാരക്ടറാണ്, ഖുറാനാണ് പാവ എന്നൊക്കെ സൂനോട് പറയുന്നുണ്ട്. പക്ഷെ ശരിക്കും ജിയയോടൊപ്പം തവളച്ചാട്ടം ചാടി പറ്റിച്ചത് ഖുറാനാണ്. ഇവർ രണ്ടുപേരും സാങ്ങിനെ ഖുറാനായിട്ടും ഖുറാനെ സാങ്ങായിട്ടുമാണല്ലോ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഖുറാൻ നല്ല പഠിക്കുന്ന ആളാണ്, ബുദ്ധിശാലിയാണ്, സൂവിൻ്റെ പേഴ്സ് അവനാണ് എടുത്തു കൊടുത്തതെന്നൊക്കെ പുകഴ്ത്തി പറയുന്നുണ്ട്. അവിടെ നിന്ന കുട്ടികൾക്കും സാങ് ആരാണെന്നോ ഖുറാൻ ആരാണെന്നോ അറിയില്ലല്ലോ. അവരും ഇത് കേട്ട് ആശ്ചര്യത്തോടെ നോക്കുന്നുണ്ട്. സാങ്ങിനെ ഖുറാനായിട്ട് കമ്പയർ ചെയ്യാനേ പാടില്ല, ഖുറാൻ അത്ര നല്ല പയ്യനാണ് എന്നൊക്കെ പറഞ്ഞ് ഇവൾ പുകഴ്ത്തുന്നുണ്ട്. ഇത് കേട്ട് ഖുറാന് സന്തോഷമായി. അവൻ്റെ തല ആകാശത്തെത്തിയതുപോലെയായിരുന്നു. സൂവും ജിയയും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവരുടെ പേര് പറഞ്ഞ് ക്യൂവിൽ നിന്ന് വാങ്ങി തിരിച്ചുപോയി. നമ്മുടെ ഖുറാൻ ആ ക്യൂവിൽ നിന്ന് അവൻ്റെ പേര് ഉറക്കെ പറഞ്ഞു, ഖുറാൻ. ഇത് കേട്ട ബാക്കി സ്റ്റുഡൻസ് വളരെ അതിശയത്തോടെ ഇവനാണോ ആ നേരത്തെ പറഞ്ഞ പയ്യനെന്ന് പറഞ്ഞ് അവനെ തന്നെ തുറച്ചു നോക്കി. കാരണം തൊട്ടു മുൻപ് നമ്മുടെ ജിയ പൊക്കി പറഞ്ഞ പയ്യൻ ആരാണെന്ന് അവിടെ നിന്ന് പിള്ളേർക്ക് അറിയില്ലല്ലോ. അവരെല്ലാവരും ഇവനെ തന്നെ അതിശയത്തോടെ നോക്കി. ഇവൻ കുറച്ച് വെയിറ്റൊക്കെ ഇട്ട് പതുക്കെ ഒരു ഹീറോ എന്ന ഭാവത്തിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ക്യൂവിൽ നിന്ന് വാങ്ങി മെല്ലെ നടന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് നമ്മുടെ സൂ മെഡിക്കൽ റൂമിലേക്ക് പോയി. കാരണം നമ്മുടെ ജിയ തവളച്ചാട്ടമൊക്കെ ചാടി കാലൊക്കെ വേദനിച്ച് ഇരിക്കുകയല്ലേ. അവൾക്ക് മരുന്ന് വാങ്ങാനായി അവൾ ആ മെഡിക്കൽ റൂമിലേക്ക് പോയപ്പോൾ അവിടെ ആരും തന്നെ ഇല്ലായിരുന്നു. അവിടെ ആരുമില്ലെന്ന് മനസ്സിലാക്കിയ സൂ AC ഒക്കെ ഓൺ ചെയ്ത് അവിടെയുള്ള ബെഡിൽ കിടന്നു. അവിടെ ഉണ്ടായിരുന്ന കർട്ടനൊക്കെ അടച്ച് എൻജോയ് ചെയ്ത് കിടക്കുകയായിരുന്നു സൂ. പെട്ടെന്ന് തന്നെ ആരോ അവിടേക്ക് വന്നതായി സൂവിന് അനുഭവപ്പെട്ടു. കർട്ടൻ അടച്ചിട്ടിരിക്കുന്നത് കൊണ്ട് ആരാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നതെന്ന് അവൾക്കറിയില്ലല്ലോ. അങ്ങനെ അവൾ ഡോക്ടറാണെന്ന് തെറ്റിദ്ധരിച്ച് അവിടെ ടൈം പാസ് ചെയ്യുകയാണെന്ന് ഡോക്ടറിന് മനസ്സിലാകാതിരിക്കാനായിട്ട് അവൾ വളരെ അവശനിലയിലാണെന്ന്
ആക്ടിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്, അയ്യോ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ അവിടെ വന്നത് നമ്മുടെ സാങ് ആയിരുന്നു. AC ഓഫ് ചെയ്യട്ടെ എന്ന് സാങ് പറഞ്ഞതും അവൾ വേണ്ട, എനിക്കൊരു റെയർ ആയിട്ടുള്ള അസുഖമുണ്ട്, ബോഡി ഹീറ്റ് ആകുമെന്നൊക്കെ പറയുന്നുണ്ട്. സത്യത്തിൽ ഇവർ രണ്ടുപേരും ഒരു കർട്ടൻ്റെ 2 വശത്താണ്. ഇവർ രണ്ടുപേരും തമ്മിൽ കണ്ടിട്ടില്ല. അതേ സമയമായിരുന്നു യഥാർത്ഥ ഡോക്ടറിൻ്റെ വരവ്. മരുന്ന് വാങ്ങാനാണോ വന്നതെന്ന് സാങ്ങിനോട് ആ ഡോക്ടർ ചോദിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ സൂ വിചാരിക്കുന്നത് അവളോടാണ് ആ ഡോക്ടർ ചോദിക്കുന്നതെന്ന്. അവൾ ഉറക്കെ അവളുടെ പേര് പറഞ്ഞു. ഓ, അപ്പോൾ അകത്ത് ഒരാൾ കൂടി ഉണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവർ കർട്ടൻ മാറ്റി നോക്കി. എന്താ പ്രോബ്ലം എന്നൊക്കെ അവളോട് ആ ഡോക്ടർ ചോദിച്ചു. റെസ്റ്റ് എടുക്കാനാണ് വന്നതെന്ന് അവൾ പറഞ്ഞു. ഇതേ സമയം സാങ് പറഞ്ഞു, ആ കുട്ടിക്ക് വയ്യ, ശരിയാണെന്ന്. ആ പറഞ്ഞത് അവൾക്ക് വട്ടാണെന്നാണ്. ആ കമൻറ്റും പറഞ്ഞ് അവൻ മുന്നോട്ട് നടന്നു. പക്ഷെ അവൻ നടന്നു നീങ്ങിയപ്പോൾ അവൻ്റെ മുഖം വ്യക്തമായി അവൾ കണ്ടിരുന്നില്ല. ബാക്ക് സൈഡ് മാത്രമേ കണ്ടിരുന്നുള്ളൂ. ആരാ തനിക്ക് വട്ടാണെന്ന് പറഞ്ഞതെന്ന് അവൾക്കറിയില്ല. തൻ്റെ കള്ളത്തരം അറിഞ്ഞല്ലോ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവൾ ആ ബെഡിൽ നാണം കെട്ടിരുന്നു. അങ്ങനെ ആ ദിവസത്തെ ട്രെയിനിങ്ങൊക്കെ വളരെ രസകരമായി കഴിഞ്ഞു. സൂ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. എന്നിട്ട് അവൾ അവളുടെ ക്യാമറ എടുത്ത് ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തു. അവൾ ആ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്, തൻ്റെ പേഴ്സ് കളഞ്ഞു പോയത് കാരണം അവൾക്ക് ആ പയ്യനെ വീണ്ടും മീറ്റ് ചെയ്യാനും പറ്റി. അവൻ്റെ പേര് എനിക്ക് അറിയാനും പറ്റി. അവൻ്റെ പേരാണ് ഗുറാൻ. അങ്ങനെ അവൾ അടുത്ത ദിവസം സാങ്ങിനെ കാണാമെന്നുള്ള സന്തോഷത്തിൽ തുള്ളിച്ചാടി. ആ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയം അവളുടെ അമ്മ പുറത്തുനിന്ന് അവളെ വിളിക്കുന്നുണ്ട്. എന്തിനാ ഉറക്കമില്ലാതാക്കുന്നത്, നാളെ ട്രെയിനിങ് ഒക്കെ ഉള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞ് അവളെ ശകാരിച്ചു. പിന്നെ ശരി, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് അവൾ ആ ക്യാമറ ഓഫ് ചെയ്ത് കിടന്നുറങ്ങി. അടുത്ത എപ്പിസോഡ് കേൾക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എന്നിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എന്നാലേ ഞാനിടുന്ന വീഡിയോസ് കൃത്യസമയം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി വരൂ.